അപ്പൊ ചേച്ചി നമുക്ക് അതായത് ചേച്ചിയുടെ ആദ്യത്തെ സിനിമ അതിശയൻ അതായിരുന്നില്ല ആദ്യത്തെ മൂവി. അപ്പൊ അതിശയൻ എന്ന് പറഞ്ഞ സിനിമയിലെ ആ പാട്ട് എങ്ങനെയാണ് സെലക്ട് ചെയ്തത്? അതിശയനിൽ ഞാൻ അന്നിങ്ങനെ കോമ്പറ്റീഷൻസ് ഒക്കെ പങ്കെടുക്കുന്നുണ്ട് ചാനലിൽ. അപ്പം അത് കഴിഞ്ഞിട്ടൊരു ടെലിവിഷൻ ഷോയിൽ ലൈവ് മ്യൂസിക് ആങ്കർ ചെയ്യുന്നുണ്ട്. അപ്പം വിനയൻ സാറിന്റെ വൈഫ് നീനാൻറ്റിയാണ് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഒരു അന്ന് ഭയങ്കര അത്ഭുതം നമുക്കിപ്പോൾ സിനിമയെ പാടാന്ന് പറഞ്ഞാൽ. ഞാൻ മലബാറിലാണല്ലോ, അപ്പൊ അവിടുന്ന് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദൂരെയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ വിനയൻ സാർ പറഞ്ഞു ഇങ്ങനെ, അൽഫോൻസ് ചേട്ടനാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിന് പോയി കണ്ടിട്ട് വോയിസ് ടെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു. +2 കഴിഞ്ഞിട്ടേ ഉള്ള സമയത്ത് അങ്ങനെ പോയി അദ്ദേഹത്തിനെ കണ്ട് പാട്ടൊക്കെ പാടി സെലക്ട് ചെയ്തു. ഈ ഒരു പാട്ടിന് കാവ്യമാധവന് വേണ്ടിയിട്ടാണ് പാടുന്നത്. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടി ചെന്നൈയിൽ പോയി. ചെന്നൈയിലായിരുന്നു റെക്കോർഡിങ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് പല്ലവിയും അനുപല്ലവിയും പാടി കഴിഞ്ഞിട്ട് ചരണം ലിറിക്സ് ഫൈനലൈസ് ആവാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് ഞങ്ങൾ ഒരാഴ്ച അവിടെ താമസിച്ചിട്ട് വീക്കെൻഡിൽ ആണ് ബാക്കി പല്ലവി അനുപല്ലവിയും പാടി വെച്ചു. അന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമുക്കിങ്ങനെ എല്ലാവരോടും പറയാനുള്ള തിടുക്കാണ്. അങ്ങനെ അത് കുറച്ച് ഡിലേ ആയിട്ടാ സിനിമ റിലീസായത് അതിശയൻ. അതിനുശേഷം പിന്നെ കുറെ പാട്ടുകളൊക്കെ പാടി. അതിനുശേഷം ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് പാടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പഠിപ്പിൽ പോയി ഡിഗ്രി കഴിഞ്ഞു, PG ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഗുലുമാൽ എന്ന് പറഞ്ഞ സിനിമയാണ് റീ എൻട്രി, മനു രമേശൻ പാട്ട്, VKP സാറിന്റെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അത് ട്രാഫിക് പാടി, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, അങ്ങനെ ഹിറ്റ് സോങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു മലയാളികള് സിത്താര എന്ന് പറയുന്ന സിംഗറിനെ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ആ സൗണ്ടിനോട് ഒരു ഇഷ്ടം വന്നത് ഏനുണ്ടോടി എന്നുള്ള സോങ് ആണ്. സെല്ലുലോയിഡ് അല്ലേ, എന്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അതെ, ആൻഡ് സ്റ്റേറ്റ് അവാർഡും ലഭിച്ചു ആ പാട്ടിന്. അപ്പോൾ ആ ഒരു പാട്ട് നമുക്ക് കിട്ടിയപ്പോ, അതിനൊരു ഓഫർ വന്നപ്പോ, അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു പ്രോസസ് ഒക്കെ എങ്ങനെയായിരുന്നു? ആ സമയത്തൊക്കെ ഏത് പാട്ട് വരുമ്പോഴും നമുക്ക് ആങ്സൈറ്റിയാണ്. അത് എങ്ങനെയാണ്, കാരണം നമ്മുടെ ശബ്ദത്തിനോടൊക്കെ കമ്പോസേഴ്സിനുള്ള ഒരു പരിചയമായി വരുന്നല്ലേ. അപ്പൊ നമുക്ക് പറ്റുമോ പാടാനൊക്കെ, അങ്ങനത്തെ പേടി വരും. M. ജയന്തൻ സാർ കുറേ വർഷങ്ങളായിട്ട് അറിയാം. അദ്ദേഹം ഞാൻ എന്റെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ സ്കൂൾ കാലം മുതലേ അറിയാം. ആ പരിചയത്തിന്റെ ഒരു 12 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഏനുണ്ടോടി പാടുന്നത്. അപ്പം ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന് വോയിസ് നന്നായിട്ട് അറിയാം എന്നുള്ളത്. അപ്പം സാറ് വിളിച്ചു, ഇങ്ങനത്തെ ഒരു പാട്ട് പാടി തുടങ്ങിയപ്പോൾ തന്നെ സാർ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ അങ്ങനെ പാടി ഇങ്ങനെ പോയി. പിന്നീടാണ് അതിലേക്ക് ഈ പറഞ്ഞ മാതിരി എന്റെ അവാർഡൊക്കെ കിട്ടുന്നത്. അത് ആ സിനിമയുടെ ഭാഗമായതും കൊണ്ടും കൂടിയാണ്. മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ് സെല്ലോയിഡ് എന്ന് പറഞ്ഞ സിനിമ. അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ ഒരു അംഗീകാരം. ഇങ്ങനെ നമ്മൾ ആ സമയത്തൊക്കെ കിട്ടുന്ന പാട്ട് തന്നെ ഭയങ്കര ഭാഗ്യം എന്ന് വിചാരിക്കുമ്പോൾ സംസ്ഥാന അവാർഡിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാവണത് കിട്ടി കഴിയുമ്പോഴാണ് അറിയുണ്ടാവുമല്ലോ. ഇപ്പൊ അതിന് ശേഷമുള്ളൊരു ആളുകൾ പറയുമ്പോഴാണ് നമ്മൾ അത് ഭയങ്കര ഒരു വലിയ, അതിന് മുമ്പുള്ള പാട്ടുകൾക്കൊക്കെ ഒരു അറ്റൻഷൻ കിട്ടിയത് അപ്പോഴാണ്. ഏനുണ്ടോടിയുടെ കാര്യം പറഞ്ഞപ്പോ ആ പാട്ട് എന്തായാലും നമുക്ക് കേട്ടേ പറ്റൂ. എൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. ഞാൻ മിക്ക ഇങ്ങനത്തെ ആരെങ്കിലും രണ്ടുപേര് പാടുമെന്ന് വെച്ചാൽ ഇതിന്റെ രണ്ടുപേരെയാണ് ഞാൻ പാടി ഒരുമിച്ച് പാടാറ് എനിക്കായിട്ട്. ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ ഭയങ്കര ഏനുണ്ടോടിക്കാരിയാണ്.